നിരവധി ആളുകളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് അമിത ചിന്ത, അതേപോലെ ഓവർ തിങ്കിങ് എന്നുള്ളത്. അതിനെങ്ങനെ ഓവർകം ചെയ്യാം, അതിനെങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ റാഷിദ് വഫി, സൈക്കോളജിക്കൽ ആൻഡ് ഇൻസ്പിറേഷണൽ സ്പീക്കർ. മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചിന്ത എന്ന് പറയുന്നത്. മറ്റു ജീവജാലങ്ങൾക്ക് ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് മനുഷ്യർക്ക് ദൈവം നൽകിയിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത്. ചിന്ത എന്ന് പറയുന്നത് ഒരു കത്തി പോലെയാണ്. ആ കത്തി പോസിറ്റീവായും നെഗറ്റീവായും ഉപയോഗിക്കാൻ സാധിക്കും. നമ്മളൊരു ആപ്പിൾ കട്ട് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് പോസിറ്റീവായി ഉപയോഗിക്കാം, അതല്ലെങ്കിൽ മറ്റൊരാളെ കുത്തി കൊലപ്പെടുത്താം എന്നതുപോലെ തന്നെയാണ് നമ്മുടെ ചിന്തയും. നമ്മുടെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം 30,000 മുതൽ 1,00,000 വരെ ചിന്തകൾ കടന്നു പോകുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്. പക്ഷേ അത് പോസിറ്റീവായും നെഗറ്റീവായും കടന്നു പോകുന്നുണ്ട്. അതിനേക്കാളൊക്കെ ഏറെ പ്രശ്നമുണ്ടാക്കുന്ന ഒന്നാണ് റിപ്പീറ്റഡ് തിങ്കിങ് എന്നുള്ളത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം 90% ഒരു കാര്യത്തെ തന്നെ വീണ്ടും വീണ്ടും ചിന്തിക്കുക എന്നത് ഒരു മനുഷ്യനെ അലോസരപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അവൻ്റെ ജോലിസ്ഥലത്തും അവൻ്റെ വീട്ടിലും അവൻ്റെ കുടുംബക്കാരടുത്തും എല്ലാം നിലക്കും അവൻ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നു. സത്യത്തിൽ നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ള രണ്ട് ചിന്തകൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഉദാഹരണം, എൻ്റെ കൈ അത് ഇങ്ങനെ വെക്കണോ, താഴ്ത്തി വെക്കണോ, അത് മുകളിലേക്ക് വെക്കണോ, അതേപോലെ എൻ്റെ കണ്ണിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാക്കണം, എൻ്റെ തല എങ്ങോട്ട് ചരിക്കണം, ഇതൊക്കെ ചിന്തിക്കുന്നത് ഞാനാണ് തീരുമാനിക്കുന്നത് എന്നതുപോലെ തന്നെയാണ് നമ്മുടെ ചിന്തയും. എങ്ങോട്ടാണ് ഈ ചിന്തയെ വൈഡാക്കി കൊണ്ടുപോകേണ്ടത്, എങ്ങോട്ടാണ് ഇതിനെ ഇരിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് ഞാൻ തന്നെയാണ്. ഇതൊന്നുമല്ല ആളുകളുടെ പ്രശ്നം. നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് അവരുടെ തലച്ചോറുകൾ പൊട്ടിപ്പോകും വിധം അവർ നെഗറ്റീവ് ഫീൽ അടിക്കുന്നുണ്ട്. അപ്പോൾ ചിന്ത നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാം എന്ന് ആലോചിക്കാൻ പറ്റില്ല. കാരണം ചിന്ത എങ്ങനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാം, എങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാം എന്നാണ് നാം ആലോചിക്കേണ്ടത്. കാരണം ചിന്തകൾ കൊണ്ടാണ് ഈ ലോകവും അതേപോലെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ ഇന്ന് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ഉദാഹരണം പറയട്ടെ. AI എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടുകൾ മനുഷ്യൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതേപോലെ എങ്ങനെ മെഷീനുകൾക്ക് പ്രവർത്തിച്ചുകൂടാ എന്നാണ് സയൻറ്റിഫിക് വിദഗ്ധർ അതിനെക്കുറിച്ച് ആലോചിച്ചത്. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു വലിയ ശാസ്ത്ര സാങ്കേതിക വിദ്യ തന്നെ നമുക്ക് മുന്നിൽ തുറന്നു വന്നത്. അതുപോലെ തന്നെയാണ് ഇന്ന് കടലിലൂടെ എങ്ങനെയാണ് മത്സ്യങ്ങൾ പോകുന്നതെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് കപ്പലുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ആകാശത്തിലൂടെ എങ്ങനെയാണ് പറവകൾ പറക്കുന്നതെന്ന് നിരീക്ഷിച്ചാണ് വിമാനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാം ചിന്തയിലൂടെയാണ് വളർന്നു വന്നത്. മനുഷ്യ ശരീരത്തിന് നല്ല ഭക്ഷണം വളരെ പ്രധാനമാണ്. എന്നാൽ മാത്രമേ നല്ല ആരോഗ്യവും സ്ട്രെങ്ത്തും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഫുഡ് പോയിസണും വയറിളക്കവും മറ്റും പല രോഗങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിന് കൊടുക്കേണ്ടത് നല്ല ഭക്ഷണമായിരിക്കണം. അതിലേക്ക് കൊടുക്കേണ്ടത് നല്ല ചിന്തകളായിരിക്കണം. നമ്മൾ മുമ്പ് കഴിഞ്ഞു പോയ പാസ്റ്റ് ടെൻസിലുള്ള ഫീലിങ്ങുകളും മറ്റു ചെറുപ്പത്തിൽ ഉണ്ടായ പല ഓർക്കാൻ കഴിയാത്ത സംഭവങ്ങളും അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം അവരുടെ മൈൻഡിൽ കെട്ടിക്കിടക്കുന്നു. അങ്ങനെ അതൊരു ഭാരമായി അമിത ചിന്തയായി വളർന്നുകൊണ്ടിരിക്കുന്നു. നിയന്ത്രിക്കപ്പെടേണ്ട ചിന്ത എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. കറൻ്റ്ലി നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് നിയന്ത്രിക്കപ്പെടേണ്ടതില്ല. അത് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഈ കാലത്ത് ചിന്തകന്മാർ കൂടി വരുന്നത്. നമ്മളെ മുൻകാലത്ത് കഴിഞ്ഞ പാസ്റ്റ് ടെൻസിൽ കഴിഞ്ഞ കാര്യങ്ങളും അതേപോലെ വരാൻ പോകുന്ന കാര്യങ്ങളുമാണ് നാം ഒഴിവാക്കേണ്ടത്. കഴിഞ്ഞ കാലം ഏതായാലും കഴിഞ്ഞു പോയി, അതിലേക്ക് ചിന്തിച്ചിട്ട് ഒരു കാര്യവും കിട്ടാനില്ല. വരാൻ പോകുന്ന കാര്യം അപ്പോൾ നോക്കാം. പക്ഷേ പ്രസൻറ്റ് അങ്ങനെയല്ല. ഈ പ്രസൻറ്റ് കാലമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്ന് നാം എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. നാളെ നമ്മളൊരു കാര്യം ചെയ്യാൻ പ്ലാനിട്ട് കഴിഞ്ഞാൽ അത് ചെയ്യാൻ സാധിക്കണമെന്നില്ല. പക്ഷേ ഇന്നത്തെ കാര്യം അങ്ങനെയല്ല, അത് നമുക്ക് ചെയ്യാൻ സാധിക്കും. അമിത ചിന്ത ഓവറായി കഴിഞ്ഞാൽ അത് ക്രിമിനൽ മെൻറ്റാലിറ്റിയിലേക്ക് പോകുന്നു, ടെററിസത്തിലേക്ക് പോകുന്നു. അവർക്ക് സമൂഹത്തോട് തന്നെ പുച്ഛമായിരിക്കും. അവർക്ക് സമൂഹത്തോട് ഇടപെടാൻ സാധിക്കുന്നില്ല, കുടുംബത്തോട് ഇടപഴകാൻ സാധിക്കുന്നില്ല, ജോലിയിൽ അവരുടെ കോൺസെൻട്രേഷൻ ഏകീകരിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അതിലൂടെ ഉണ്ടാകുന്നുണ്ട്. നിയന്ത്രിക്കാൻ പറ്റിയാൽ ചിന്ത നല്ലൊരു കൂട്ടുകാരനാണ്. നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിനോളം വലിയ ഒരു വിപത്ത് ഇല്ല താനും. നമ്മളൊരു കാര്യത്തിലേക്ക് സീരിയസ് ആയി ആലോചിക്കുകയാണെങ്കിൽ, ഉദാഹരണം ഒരു വീട് പണി തുടങ്ങിയത് മുതൽ നമ്മൾ ആലോചിക്കുന്നത് ടൈല്, ഇൻ്റർലോക്ക്, അതിൻ്റെ പെയിൻറ്റിങ്, അതൊക്കെ എങ്ങനെ ആയിരിക്കണമെന്നാണ് നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഒരു വാഹനം വാങ്ങുമ്പോഴും. ഒരു ഇന്നോവയോ ഒരു ബെൻസോ അഡ്വാൻസ് കൊടുക്കുമ്പോൾ അതിനുശേഷം നാം പുറത്തിറങ്ങുമ്പോൾ എപ്പോഴും ഈ വാഹനങ്ങളായിരിക്കും നാം കാണുന്നത്. മറ്റു പല വാഹനങ്ങളും റോഡിലൂടെ പോകുന്നുണ്ടാകാം, പക്ഷേ നമ്മുടെ മനസ്സിൽ ഇത് മാത്രമായിരിക്കും. അത് തന്നെയാണ് നമ്മുടെ പോയിന്റിലേക്ക് എത്തിച്ചേരുന്നതും. നാം ചിന്തിക്കുന്നതിടത്താണ് നമ്മുടെ മനസ്സുള്ളത്. പക്ഷേ ചിലർക്ക്
95% ഒരു കാര്യത്തിൽ മാത്രമുള്ള ചിന്തകളുണ്ടാകാം. എവിടെ പോയാലും അതിന് മാറ്റമുണ്ടാവുകയില്ല. ആ ചിന്തയാണ് നാം സൂക്ഷിക്കേണ്ടത്. അതിനെയാണ് നാം കൺട്രോൾ ചെയ്യേണ്ടത്. അമിത ചിന്തകൾ നിയന്ത്രിക്കാൻ 4 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്നാമതായി, ആ ചിന്ത ഒഴിവാക്കണമെന്നുള്ള ഒരു വ്യക്തമായ തീരുമാനം ആദ്യം എടുക്കണം. അതിനുശേഷം ഒന്ന് ആലോചിക്കുക, ഞാൻ ആലോചിക്കുന്നതിൽ എന്തൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്, അതൊരു വെള്ള പേപ്പറിൽ എഴുതി മാറ്റി വെക്കുക. അതിനുശേഷം ആ ചിന്ത വരുമ്പോൾ ഒന്ന് ആലോചിക്കുക, ഇത് ആലോചിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും നേട്ടം കിട്ടാനുണ്ടോ? ഇല്ല, അത് മാറ്റി വെക്കുക. രണ്ടാമതായി, ഒരു പക്ഷേ നമുക്ക് മരണത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാകാം, ശത്രുതയുണ്ടാകാം, ഭയമുണ്ടാകാം. അതെല്ലാം ഒരു സാഹചര്യത്തിൽ നിന്നാണ് വരുന്നത്. ഒരു പക്ഷേ മരണം നമ്മുടെ ബന്ധു വീട്ടുകളിലായിരിക്കാം, ഒരു പക്ഷേ ശത്രുത നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നാകാം, ഒരു പക്ഷേ ഭയം നമുക്ക് പുറത്തു മറ്റു സ്ഥലങ്ങളിൽ നിന്നാകാം. അപ്പോഴൊക്കെ ആ സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, ആ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. സാഹചര്യം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനെ വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഉദാഹരണമായി, ഒരു ക്ലാസ് റൂമിൽ 50 കുട്ടികളുണ്ട്. ഈ 50 കുട്ടികൾ വ്യത്യസ്ത സ്വഭാവക്കാരായിരിക്കും. അവർ ഓരോരുത്തരും ഓരോ വീടുകളിൽ നിന്നാണ് വരുന്നത്, ഓരോരോ അച്ഛനമ്മമാരുടെ മക്കളാണ്. അവർക്ക് ആ സ്വഭാവം ഉണ്ടാകും. അതുപോലെ തന്നെയാണ് നമ്മുടെ തൊഴിലിടങ്ങളും നമ്മുടെ സമൂഹവും നാം ജീവിക്കുന്ന സാഹചര്യവും. അവിടെ നിന്നെല്ലാം ഒരു പക്ഷേ നെഗറ്റീവ് കിട്ടിയേക്കാം, ഒരു പക്ഷേ പോസിറ്റീവ് കിട്ടിയേക്കാം. അപ്പോൾ പോസിറ്റീവ് കിട്ടുന്ന സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുക, അത് തേടിപ്പോവുക. അപ്പോൾ ഇങ്ങനെയുള്ള അമിതഭാരത്തിൽ നിന്നൊക്കെ നമുക്ക് ഒരു പരിധിവരെ മാറി നിൽക്കാൻ സാധിക്കും. മൂന്നാമതായി, നമ്മുടെ ഹാബിറ്റുകളെ ചേഞ്ച് ചെയ്യാൻ ഇമ്മീഡിയറ്റ് ആക്ഷൻ നമുക്ക് ആവശ്യമായി വരും. രാവിലെ ഉറക്കമുണരാൻ വേണ്ടി 5 മണിക്ക് അലാറം സെറ്റ് ചെയ്യുന്നു. പക്ഷേ ആ 5 മണിക്ക് 2 തോട്ട് നമ്മുടെ ചിന്തയിലേക്ക് വരും, എണീക്കണോ കിടക്കണോ? അപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്ത് എണീക്കുകയാണ് വേണ്ടത്. അവിടെ നമ്മൾ കൂടുതൽ ആലോചിച്ച് നിൽക്കരുത്. നാലാമതായി, ഹോബീസുകളാണ്. ഒഴിവ് സമയങ്ങളെല്ലാം തിരക്കിലാവുക, വായനകളിലാവുക, പ്രഭാഷണങ്ങൾ കേൾക്കുക. മ്യൂസിക് ഇഷ്ടമുള്ളവർ മ്യൂസിക്കുകൾ കേൾക്കുക, യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ യാത്രകൾ ചെയ്യുക. അങ്ങനെയൊക്കെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ദൈവവിശ്വാസമുള്ളവർ. ദൈവവിശ്വാസം അചഞ്ചലമായിട്ടുണ്ടെങ്കിൽ നല്ല പ്രാർത്ഥനയും ഈ ഭാരം കുറക്കാൻ നല്ല രീതിയിൽ സഹായിക്കും. അമിത ചിന്തകൾ ഒഴിവാക്കാൻ ഇന്നലകളെയും നാളെകളെയും മറന്നേക്കുക. ഇന്നിൽ ജീവിക്കുക, നിങ്ങൾ നിങ്ങളായി ജീവിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ബോണോ ഹെൽത്ത് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.